ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ചെറിയൊരു ഈദ് വ്ളോഗാണ്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ഒന്ന് തറവാട്ടിൽ പോയി വന്നു, ഫുഡ് കഴിച്ചു, അത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തലേന്നായിരുന്നു നമ്മളെ ഈദ് ഓഫറിലിട്ട് ഡ്രീം കേക്കിൻ്റെ ഡെലിവറി. അപ്പോൾ ആ കൂടെ തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എനിക്ക് ഇത് കഴിച്ചിട്ട് തോന്നിയെന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ട അത്ര എക്സ്ട്രീം ലെവൽ ടേസ്റ്റ് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്തത് ബെൽജിയം ചോക്ലേറ്റ് ഒന്നും അല്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണെന്നും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഏതായാലും കേക്കിൻ്റെ ഓർഡേഴ്സ് നമ്മളത് എല്ലാത്തിനും കൂടെ ബാക്കി 1-2 സ്പഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്പഞ്ചെല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പുഡിങ് പോലെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരേൽപ്പിച്ചിട്ടു അത്. അപ്പോൾ നമ്മൾ ചെയ്യണത് സ്നിക്കേഴ്സിൻ്റെ ടേസ്റ്റ് വരുന്ന പുഡിങ്ങാണ്. നമ്മുടെ കയ്യിൽ എന്താ പറയുക, പീനട്ട് ബട്ടർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പീനട്ട് ബട്ടർ ഉപയോഗിച്ചിട്ട് ഒരു മിൽക്കും പീനട്ട് ബട്ടറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വെള്ളം വെച്ചിട്ടാണ് നമ്മുടെ ഈ കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്ത് ഡ്രസ്ലെഷസൊക്കെ പോലെ ഒരുപാട് വെള്ളം വെച്ചിട്ട് വെറ്റ് ചെയ്ത ശേഷം കുറച്ച് കടല അതിൻ്റെ മുകളിലൂടെ ഇട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒരു ലെയറും കൊടുത്ത് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ബൂസ്റ്റിൻ്റെ പൊടിയും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഇവർക്ക് ചെയ്യാനുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്ത് കൊടുത്തതായിരുന്നു. അങ്ങനെ അത് രണ്ടും അവർ സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിറ്റേന്നാണ് നമ്മുടെ പെരുന്നാൾ വരുന്നത്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ക്രീമും എല്ലാം ഫിനിഷായിട്ടും. അപ്പോൾ പിറ്റേന്ന് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വെറുതെ റീൽസ് എടുക്കാൻ നോക്കിയതായിരുന്നു. അപ്പോൾ ഇത് ഉടുപ്പിൻ്റെ ലെങ്ത്ത് കൊണ്ട് വലിയ മോള് മറ്റേ ഉടുപ്പിൻ്റെ അത് ചവിട്ടിയിട്ട് ഒന്ന് വീണു കേട്ടോ. അപ്പോൾ അത് ഷോർട്ടായിട്ട് ഇട്ടിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വീഴുമ്പോൾ അതേ മിലാപ്പിൻ്റെ ഒരു കൈയും മുഖം പൊത്തിയിട്ടുള്ളൊരു ചിരി ഉണ്ട്, എനിക്കത് അതിലേറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ പുഡിങ് എടുത്തിട്ട് തറവാട്ടിലൊക്കെ പോയി വന്ന് പുഡിങ് എടുത്തിട്ട് ഇവർ കട്ട് ചെയ്യുകയാണ്. പിന്നെ എക്സ്ട്രാ ഉള്ളൊരു കുട്ടി ഉണ്ടല്ലോ, അതിൻ്റെ ഇളച്ചൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ പുഡിങ്ങൊക്കെ കട്ട് ചെയ്തിട്ട് കഴിച്ചു. അപ്പോൾ ഒന്ന് നമ്മളെടുത്തു, ഒന്ന് അവിടേക്കും കൊണ്ടുപോയി. അപ്പോൾ അവരോട് എന്ത് പുഡിങ്ങാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ കഴിച്ച ശേഷം ഞാൻ രസം ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു സ്നിക്കേഴ്സിൻ്റെ എന്തോ ഒരു മിഠായിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, സ്നിക്കേഴ്സിൻ്റെ പോലത്തെ ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇത് നമ്മൾ അറ്റംപ്റ്റ് സക്സസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ പുഡിങ്ങൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഈ പുഡിങ് കഴിച്ച ശേഷം നമ്മൾ ഇവിടെ ബിരിയാണി ഉണ്ടാക്കുക, കഴിക്കുക, അത്രയൊക്കെ തന്നെ നമ്മുടെ പെരുന്നാളിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് പത്തിരിയും ബീഫ് കറിയായിരുന്നു. അപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള ബീഫും കറിക്കുള്ള ബീഫും കൂടെ, കറി ഞാൻ രാത്രി തന്നെ റെഡിയാക്കി വെച്ചു. ബിരിയാണിക്കുള്ള ബീഫും കറിക്കുള്ള ബീഫും കൂടെ ഒരുമിച്ച് തന്നെ വേവിച്ചിട്ട് കറി ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് രാവിലെ പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞു. പത്തിരിയും ബീഫ് കറിയായിരുന്നു രാവിലത്തേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. സംഭവം പുഡിങ് നമ്മുടെ പാത്രം ഏകദേശം കഴിയാനായിട്ട് അവരെ തീറ്റ കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ പിന്നെ ബിരിയാണിക്കുള്ള പണിയിലാണ്. നമ്മൾ ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതുമായിരുന്നു പെരുന്നാളിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ നിങ്ങളിപ്പോൾ പൊടിക്കുകയാണെങ്കിലും മസ്റ്റായിട്ടും ചെറുനാരങ്ങ ഉപ്പും ഇട്ടിട്ട് കുറച്ച് സമയം ചിക്കൻ വെക്കുക. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ഇത്ര വലിയ പീസായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ CDF ഒക്കെ വാങ്ങി കഴിക്കൂലേ, അതേ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ ദമ്മൊക്കെ റെഡിയാക്കിയ ശേഷമാണ് ചിക്കൻ പൊരിക്കാമെന്നിരുന്നത് കേട്ടോ. ബിരിയാണി വേണോ നെയ്ച്ചോറ് വേണോ എന്ന സംശയത്തില്ല. ആദ്യം തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നെയ്ച്ചോറ് ഞാൻ വെച്ചിട്ട് ഞാൻ ഓഫാക്കിയ ശേഷമാണ് തറവാട്ടിൽ പോയി വന്നിരുന്നത്. പോയി വന്നപ്പോഴത്തേക്കും കറക്റ്റ് നെയ്ച്ചോറിൻ്റെ വേവായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബിരിയാണി വേണോ വേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് 2 കൽപ്പിച്ച് ബിരിയാണി ആക്കിയതായിരുന്നു. അപ്പം കുറച്ചൊരു വേവേറിയ റൈസായിരുന്നു കേട്ടോ. വേവ് കുറച്ച് ഏറിയാലും സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയിലേക്കുള്ള തൈരും ഒക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേവേറിയ ബിരിയാണി ഒന്ന് വിളമ്പാൻ തുടങ്ങാം. ഇത്തിരി വേവേറിയെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബീഫ് ഓൾറെഡി വെന്തതായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ദമ്മിലിട്ടേക്കേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു. അപ്പം കണ്ടാൽ തന്നെ അറിയാം ഇത്തിരി ഒരു വേവ് കൂടുതലുണ്ട് റൈസ് എന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും. ബിരിയാണിയിലേക്ക് പിന്നെ തൈരും ചമ്മന്തിയാണ് ഉണ്ടായിരുന്നത്. നല്ലൊരു ചായയും. ഈ ബിരിയാണി മന്തിയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണ്. ഇത്തിരി പട്ടിട്ട് കൊടുക്കുക, വേണമെങ്കിൽ ഏലക്കായ ഇടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച ശേഷം കുറച്ച് പൊടി, വളരെ കുറച്ച് പൊടി, നമ്മൾ കട്ടൻ ചായക്കുള്ള പൊടി ഉണ്ടല്ലോ അത്രയൊന്നും വേണ്ട, അതിൻ്റെ പകുതി, അതായത് ചായ ഒരു ജീരകവെള്ളം പോലെയൊക്കെ ആ ഒരു കളറിൽ നിൽക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചായയാണ് നമ്മുടെ ബിരിയാണിൻ്റെ കൂടെ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചായക്ക് നന്നായി തിളച്ച ശേഷം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള പുതിന ഇല ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ആ ചായൻ്റെ ഫ്ലേവർ പൂർണ്ണമാവുന്നത്.
നല്ല ടേസ്റ്റുള്ളൊരു ചായ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെരുന്നാൾ ദിവസം. എല്ലാവർക്കും ഇനി ഒരുപാട് പെരുന്നാളുകൾ ആഘോഷിക്കാൻ വിധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.